ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ്. എവിടേക്കാണെന്നല്ലേ? ഞങ്ങൾ ആൻഡമാനിലേക്കാണ് പോകുന്നത്. ഒരു 6 day ട്രിപ്പാണ്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ എയർപോർട്ടിലാണ്. ഇച്ചൂസിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അതുകൊണ്ട് ഇച്ചൂസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നല്ലൊരു പേടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കണ്ടല്ലോ ഇച്ചൂസിനെ. ഇച്ചൂസ് കൂളായിരുന്നു. ഇച്ചൂസ് ഹാപ്പി ആയിരുന്നു. ഇച്ചൂസിന് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഇത് ചെന്നൈ എയർപോർട്ടാണ്. കോയമ്പത്തൂർ ടു ചെന്നൈ, ചെന്നൈ ടു പോർട്ട് ബ്ലെയർ, അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. 4 to 5 hours ചെന്നൈയിൽ ലേ ഓവർ ഉണ്ടായിരുന്നു. ഇച്ചൂസ് പിന്നെ അവിടെ കാണുന്ന എല്ലാവരെയും ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് ബാക്കിൽ പോവായിരുന്നു. മാമ എന്നെ പിടിക്കണ്ട മാമ, ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാന്നുള്ള ഭാവത്തിലാണ് ഇച്ചൂസ്. ഇവരൊക്കെ ആരാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ചേച്ചി, ചേട്ടൻ, വല്യമ്മ, വല്യച്ഛൻ എല്ലാവരും ആണ് ഇവർ ചെന്നൈയിൽ തന്നെയാണ്. അങ്ങനെ ചെന്നൈയിൽ വെച്ചാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. ആക്ച്വലി ഇവരിനെയൊക്കെ ഇച്ചൂസിന് ഫോണിൽ കൂടി വീഡിയോ കോളിൽ ചെയ്തിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൾക്കൊരു സ്റ്റാർട്ടിങ് ട്രിബിൾ പോലെ ഉണ്ടായിരുന്നത് അവൻ്റെ അടുത്ത് പോവാൻ. പിന്നെ ആൾ ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ്, അതിലും അവൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവൾ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 hours ജേർണിക്ക് ശേഷം പോർട്ട് ബ്ലെയറിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കാലാപ്പാനി സെല്ലുലാർ ജയിലിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ സെല്ലുലാർ ജയിലൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് പോയി. ഈ ജ്യൂസിൻ്റെ ഫസ്റ്റ് ബീച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ അവൾ ബീച്ചിൽ കളിച്ചിട്ടില്ല. കുറച്ച് നേരം ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം സെല്ലുലാർ ജയിലിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാൻ വേണ്ടി പോയി. ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം മോർണിംഗ് ഞങ്ങൾ ഹാവ്ലോക്ക് ഐലൻഡിലേക്ക് പോവാണ്. ഈ ഫെറിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഹാവ്ലോക്ക് ഐലൻഡിൽ എത്തിയ ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഫ്രഷായി പിന്നെയും ബീച്ചിലേക്ക്. ആൻഡമാനിൽ കൂടുതലും ബീച്ചാണല്ലോ കാണാനുള്ളത്. ഈച്ചൂസ് അവിടെ കണ്ട ഒരു നായിനെ പിടിക്കാൻ വേണ്ടി ഓടുകയാണ്.
നായിൻ്റെ അടുത്ത് ആളെന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നൈറ്റ് ആയപ്പോൾ നേരെ തിരിച്ച് റൂമിലേക്ക്. നെക്സ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങളുടെ സ്കൂബ ഡൈവിങ് എലിഫൻറ്റ് ബീച്ചൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ നല്ല മഴയായിരുന്നു. സോ എലിഫൻറ്റ് ബീച്ചിലെ പരിപാടികളൊന്നും നടന്നില്ല. ഞങ്ങളുടെ അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഫ്ലോപ്പായി. ബീച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ സ്കൂബ ഡൈവിങ് ഞങ്ങൾ ചെയ്തായിരുന്നു. ആ സ്കൂബ ഡൈവിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കാണണേ. നെക്സ്റ്റ് ഡേയും ഞങ്ങൾ ഹാവ്ലോക്ക് ഐലൻഡിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ കുറേ ബീച്ചസും കാര്യങ്ങളിലൊക്കെ പോയി അവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമായിരുന്നു കപ്പിൾസായിട്ട്. അപ്പോഴാണ് കപ്പിളില്ലാത്ത രണ്ടുപേര് കപ്പിൾ ഫോട്ടോഷൂട്ട് എടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇവർ രണ്ടുപേരും കസിൻസാണ്, കപ്പിൾസൊന്നുമല്ല. പക്ഷേ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ വന്നത്. ഞങ്ങൾ പോലും ഇതുപോലെ മാച്ച് സൈഡിൽ ഡ്രസ്സസ് ഇട്ടിട്ടില്ല. ഇവർക്ക് എവിടെ നിന്നാണാവോ രണ്ടുപേർക്കും ഒരേപോലത്തെ ഡ്രസ്സ് കിട്ടിയത്. പിന്നെ ഇവരുടെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ പോയത് നീൽ ഐലൻഡിലായിരുന്നു. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ ഒരു രക്ഷയില്ലായിരുന്നു, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിരുന്നു. വാട്ടർ നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. അടിയിൽ എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയറായി ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലക്ഷ്മൺപൂർ ബീച്ചിലാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്നോർക്കലിംഗ് ചെയ്യാൻ പോയി. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോയ ബീച്ച് ഒരു രക്ഷയില്ല, അത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അത്രത്തോളം കാറ്റാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേറൊരു വൈബാണ്. ബീച്ചിൽ കുറേ നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോയി. അവിടെ പോയപ്പോൾ പിന്നെ എല്ലാവർക്കും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി കുറേ നേരം കളിച്ച് അച്ഛന്മാരും എല്ലാവരും ഇറങ്ങി. എന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ച് പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ജാർവ ട്രൈബ്സ് താമസിക്കുന്ന ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ കാർട്ടാങ് ഐലൻഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മോർണിംഗ് 4 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാണ്. അവിടെ ഒരു 5:30 ആകുമ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. പക്ഷേ 6 മണിയാവാതെ അവിടുത്തെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യില്ല. അതുകൊണ്ട് എല്ലാ വണ്ടികളും അവിടെ വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60 കിലോമീറ്ററോളം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്ര. അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായി പോലീസ് എക്സ്കോർട്ടും ഉണ്ടാവും. ഫോറസ്റ്റിനുള്ളിൽ കയറിയാൽ പിന്നെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവിടെ എത്തിയ ശേഷം ജങ്കാറിൽ കയറി നമ്മളെ അപ്പുറത്തേക്ക് എത്തിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറി ഒരു കണ്ടൽക്കാട് വഴി പോയിട്ടാണ് സ്റ്റോൺ കേവ് കാണാൻ പറ്റുന്നത്. അവിടെ എത്താനായപ്പോഴാണ് അവർ പറയുന്നത് നമ്മുടെ കയ്യിലെ പ്ലാസ്റ്റിക് ഫുഡ് ഐറ്റംസ് ഒന്നും അതിലവിടേക്ക് ലോഡല്ല എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ്സൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടാണ് ഉള്ളിലേക്ക് പോയത്. ആക്ച്വലി അവിടെ കുറേ നടക്കാനുണ്ടായിരുന്നു. ഈ ലൈം സ്റ്റോൺ കേവ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനുണ്ടായിരുന്നു.
ലൈംസ്റ്റോൺ കേവ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മഡ് വോൾക്കാനോ കാണാൻ വേണ്ടി വന്നു. മഡ് വോൾക്കാനോയും കണ്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും ഒരു നൈറ്റൊക്കെ ആയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. പിന്നെ പാക്കൊക്കെ ചെയ്ത് റെഡിയായി ഞങ്ങൾ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ആൻഡമാനോട് ബൈ പറഞ്ഞ് നേരെ നാട്ടിലേക്ക്. ഞങ്ങളുടെ ആൻഡമാൻ ട്രിപ്പിൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.